നിങ്ങൾക്ക് ഇപ്പം ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കഴിക്കാൻ തേങ്ങാ ചമ്മന്തിയാണോ ഇഷ്ടം, അതേ സാമ്പാറാണോ ഇഷ്ടം? ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. ഇന്ന് എന്തായാലും നമുക്ക് തേങ്ങയൊന്നും ഇല്ലെങ്കിലും നല്ല ഒരു ചമ്മന്തി എങ്ങനെ റെഡിയാക്കും നോക്കാം. അതുപോലെ തന്നെ ഞാൻ ഈസി സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. തലേ ദിവസം തന്നെ ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാവ് പൊങ്ങി വന്നപ്പോഴേക്കും ഇതാ ഇഡ്ഡലി ചുട്ടെടുക്കുകയാണ്. നല്ല പൂ പോലത്തെ മൃദുവായ ഇഡ്ഡലിയാണ്. ഇതിനൊപ്പം തേങ്ങയില്ല ചമ്മന്തിയും കൂടി അടിപൊളി കോമ്പിനേഷനാണേ. അപ്പോൾ എണ്ണയിലേക്ക് 5-6 വെളുത്തുള്ളി അല്ലി 3 പച്ചമുളകും വഴറ്റി മാറ്റിയിട്ട് ഒരു സവോള ഇട്ട് വഴറ്റി മാറ്റി കൊടുക്കാം. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും 1/2 കപ്പ് പൊട്ടുകടലയും പാകത്തിനുള്ള ഉപ്പും ചേർത്തൊന്ന് കറക്കിയിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ഇതൊരു ബൗളിലേക്ക് മാറ്റിയ ശേഷം കുറച്ചധികം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കി കൊടുക്കണം. ഇനി നമുക്ക് താളിക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ച് കടുകും ഉഴുന്നുപരിപ്പും സാമ്പാർ പരിപ്പും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ട് താളിച്ചത് ഒഴിച്ചെടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡി. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ.